അയാള് സെക്ഷുവലി 2-3 കഥകൾ എനിക്കറിയാം. കാരണം എനിക്ക് അദ്ദേഹത്തെ കുറെ മുമ്പേ അറിയാം. അതുകൊണ്ടാണ്. ഒന്ന്, അദ്ദേഹം 2010 10 ആരാന്നറിയോ വ്യക്തി? ഫിലിപ്പ് മമ്പാട്. മമ്പാടിനെ അറിയാവുന്ന, വളരെ അടുത്തറിയാവുന്ന ഒരാളുടെ വോയിസ് ആണിത്. കേൾക്കാം. ഒരു ഹോമോസെക്സ് ഇടപാട് നടത്തിയിട്ടുണ്ട്. ഹോമോ പരിപാടി എന്തോ അറിയാമല്ലോ. പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളെയും. യെസ്. ഈ ഒരു വോയിസ് ക്ലിപ്പ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായിയുടെ ചാനലിലാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ആ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ ഫിലിപ്പ് മമ്പാട് സാറിനെ അറിയാവുന്ന, വളരെ അടുത്തറിയാവുന്ന ഒരാളുടെ വോയിസ് ക്ലിപ്പാണിത്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫിലിപ്പ് മമ്പാടിന് മോട്ടിവേഷൻ ക്ലാസ് മാത്രമല്ല, ലഹരി വിരുദ്ധ ക്ലാസ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സുവോളജി ക്ലാസ്സും അറിയാമെന്നുള്ളതാണ് സുഹൃത്തുക്കളെ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ വീഡിയോയിൽ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. സോഷ്യൽ മീഡിയയിലും സ്റ്റേജുകളിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന ചില ആളുകളെ നോക്കിയിട്ട് അവരുടെ റിയൽ ലൈഫിലേക്ക് ഒരിക്കലും നമ്മൾ ഇടിച്ചു കയറി പോകരുത്. ഭയങ്കര പ്രശ്നം ഉണ്ടാവും. പക്ഷേ ഇവിടെ പോയത് ചതിക്കപ്പെട്ടതാണ്. സംഭവം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. ഭയങ്കര മോട്ടിവേഷൻ സ്പീക്കറായിട്ടുള്ള മുൻ പോലീസുകാരനായിട്ടുണ്ടായിരുന്ന ഫിലിപ്പ് മമ്പാട്, ഈ മമ്പാട് ഒരു പെൺകുട്ടിയെ, പ്രായം കുറവാണ്, ഒരു +1 പ്രായം കുട്ടിയെ വളരെ 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 നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് അതിനെ ഉപയോഗിക്കുന്നു. ലഹരി വിരുദ്ധ പ്രസംഗം നടത്തുന്ന ഇദ്ദേഹം ആ പെൺകുട്ടിക്ക് മദ്യം ഒഴിച്ച് കൊടുത്തിട്ട് ഈ പരിപാടികളൊക്കെ ഏർപ്പെടുന്നു. അതും അവരുടെ വീട്ടുകാരെ ധരിപ്പിച്ചുകൊണ്ട്. ഇയാൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന പെൺകുട്ടിയെ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിട്ട വീട്ടുകാരോടും എനിക്ക് പറയാനുണ്ട്, ഇങ്ങനത്തെ വേട്ടാവളിയന്മാർ എന്ത് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളും കണ്ടിട്ടാണ് നിങ്ങൾ ഇവരുടെ അടുത്തോട്ട് വിട്ടുകൊടുത്തത്. ഈ ഒരു അവസരത്തിൽ അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കുറ്റപ്പെടുത്തലോ കാര്യങ്ങളൊന്നുമല്ല. ഇനി ഒരാൾക്ക് ഈ അവസ്ഥ ഉണ്ടാവരുത്. നമ്മുടെ പൊതുസമൂഹത്തിൽ ഇതുപോലെ മാന്യനെന്ന് ചമഞ്ഞു നിൽക്കുന്ന പല ആളുകളും ഇതുപോലത്തെ പരിപാടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്തോട്ടും ചോദിക്കും, നിങ്ങളൊക്കെ റിയൽ ലൈഫ് ഇങ്ങനെ ചാരിറ്റി ചെയ്യുന്നു, വീഡിയോ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഞാൻ പ്യുവർലി പറയുന്നു, ഇതൊക്കെ എൻ്റെ കണ്ടന്റ് ആണ്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എൻ്റെ ഫാമിലിയെ കൊണ്ടുവരുന്നതോ എൻ്റെ വീടിനെ കൊണ്ടുവരുന്നതോ വീട്ടുകാരെ കൊണ്ടുവന്ന് ഇവിടെ കാണിക്കുന്നു? ഒന്നുമില്ല. എൻ്റെ വീടും എൻ്റെ ഫാമിലിയും എൻ്റെ ലൈഫും വേറെയാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന 1.5 മിനിറ്റോ 10-15 മിനിറ്റോ നമ്മളിരുന്ന് വീഡിയോയിൽ പറയുന്നത് കണ്ടന്റ് ആണ്. ഈവൻ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോയും കണ്ടന്റ് ആണ്. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ സാറ്റിസ്ഫൈഡ് ആക്കി അവർക്ക് മോശമില്ലാത്ത രീതിയിൽ ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മാന്യത. അത് നമ്മൾ പൂർണ്ണമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ഒന്നും ലൈഫിലേക്ക് നിങ്ങൾ ആരും ഇടിച്ചു കയറി വരരുത്. ആരും 100% പെർഫെക്റ്റ് ആയിട്ടുള്ളവരില്ല. പിന്നെ ചില ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കാണിക്കുന്ന പലരുടെ ഉള്ളിൽ ഭയങ്കര മോശം പരിപാടിയായിരിക്കും. അവരെല്ലാം നന്മ മാത്രം പറഞ്ഞുകൊണ്ട് നടക്കും, ഉള്ളിൽ ഉടായിപ്പായിരിക്കും. ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടുപിടിച്ച കുറച്ച് ആളുകളുണ്ട്. അതിനകത്ത് ഒന്നാണ് മുരാരി തന്ത്രി എന്ന് പറയുന്നവൻ. എല്ലാവർക്കും തന്ത്രം പറഞ്ഞു കൊടുക്കുന്ന ആളായിരുന്നു. ജ്യോതിഷം നോക്കുന്നവനെ പൊക്കി. അവൻ ഇതുപോലത്തെ ഒരു വിഷയമായിരുന്നു. അതിനുശേഷം എന്താ മമ്പാട്. ഇതിനു മുമ്പ് എത്രയോ പേര് ഇങ്ങനെ വന്നിട്ടുണ്ട്, മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ ആളുകൾ. അപ്പോൾ ഇയാളെ പറ്റിയിട്ട് ഏറ്റവും പരിചയസമ്പന്നരായിട്ടുള്ള ഒരാളുടെ വോയിസ് സായി പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം കൂടെ നമുക്ക് കേൾക്കാം. മമ്പാടിൻ്റെ, അതായത് ഫിലിപ്പ് മമ്പാടിൻ്റെ കോണം. ആ കഥ മഞ്ചേരി ഭാഗത്തുള്ള ചില ഉദ്യോഗസ്ഥർക്കൊക്കെ അറിയാം. 2010-11 കാലത്താണത്. അതിനുശേഷം പിന്നീട് അറിയുന്ന കഥ എന്ന് പറയുന്നത്, വർഷങ്ങൾക്ക് ശേഷം ഭർത്തൃമതിയായ ഒരു സ്ത്രീയെ ഇയാള് വിവാഹ വാഗ്ദാനം നൽകി. 2 മക്കളുണ്ട്. നിരന്തരം പീഡിപ്പിച്ചു. അവർ നല്ല റെപ്യൂട്ടേഷനിൽ നിൽക്കുന്ന, നല്ല പോസ്റ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവസാനം ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ തല്ലിപ്പിരിഞ്ഞ് 10 ലക്ഷത്തിൽ പല രൂപയാണ് ഈ പെണ്ണിൽ നിന്ന് ഇയാൾ തട്ടിയെടുത്ത്. അതിൽ 6 ലക്ഷം രൂപ കൊടുത്തു. ഇനി 4 ലക്ഷം രൂപ കൊടുക്കാൻ അങ്ങനത്തെ ഇടപാട് വിവരമുണ്ട്. അവസാനം ബന്ധുക്കളൊക്കെ മദ്യം പറഞ്ഞ് ഭാര്യ ഇവരറിഞ്ഞ് ഭാര്യ പിണങ്ങിപ്പോയി. ഭാര്യ പിന്നെ ഇതിന്റെ പേരിൽ ഡിവോഴ്സ് വരെ ആയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ പോയി. ഞാനൊരു കാര്യം ആലോചിക്കുകയാണ്, ഇങ്ങനെ അടുത്തോട്ട് ഇപ്പം ഈ പറയുന്ന നിയമപരമായിട്ട്, അതായത് പ്രായപൂർത്തിയായ ആളുകൾക്ക് എവിടെ എന്തും പോയി ചെയ്യാം. അവിടെ നിയമം ഒന്നും ഒരു പ്രശ്നവുമില്ല. രണ്ടുപേർക്കും പരാതി ഇല്ലെങ്കിൽ ആർക്കും ഒരു തേങ്ങയില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് അല്ലാത്തവരുടെ ഈ പറയുന്ന വോട്ടവകാശം എത്താത്തവരിലേക്ക് ചെന്നിട്ട് ഇയാൾ ചെയ്യുന്ന ഈ പരിപാടികൾ, അത് ഭയങ്കര നികൃഷ്ടമാണ്. അത് അവരുടെ വീട്ടുകാരെ ധരിപ്പിച്ചുകൊണ്ട് കുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നു. അച്ഛനെ പോലെ നോക്കിക്കോളാൻ അവർ നോക്കുന്നു, പരിപാലിക്കുന്നു. ഈ പെൺകുട്ടിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടോ ഡിപ്രഷൻ കാര്യങ്ങളോ ഉണ്ടായിരുന്നു, അത് പരിഹരിക്കാന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നു. അതിനുശേഷം ഇയാൾ കാസർഗോട്ടേക്ക് മോട്ടിവേഷൻ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണല്ലോ. ആളപ്പിടിയാണ് ഇയാളുടെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് ഇയാൾ, എനിക്ക് തോന്നുന്നു, ഓരോ കരുക്കൾ കൂട്ടി ചിലന്തിയെ പോലെ വല കൂട്ടിയിട്ട് അതിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കുക ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതിനുവേണ്ടി ഇയാൾ വേണമെങ്കിൽ ബൈബിള് പഠിക്കും, ഖുർആൻ പഠിക്കും, എല്ലാവരുടെയും വിശ്വാസം ഇയാൾ കൈപ്പറ്റും. എന്നിട്ട് എനിക്കും ഫസ്റ്റിൽ ഇത് കേട്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല. പലപ്പോഴും പറയുന്നത് പോലെ വസ്തുതർക്കത്തിന്റെ പേരോ അയൽത്തർക്കത്തിന്റെ പേരിലോ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടിന്റെ പേരിലോ പിള്ളേരെ ഇറക്കിയിട്ട് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നത് ഞാൻ കരുതി. പിന്നീട് ഇദ്ദേഹം ഇത് കൺഫസ് ചെയ്തു എന്ന്.
അതായത് ഇവരുടെ വീട്ടിൽ പോയിട്ട് ഇയാളുടെ സ്വന്തം അമ്മയും കൊണ്ട് പോയിട്ട് അത് കുറ്റസമ്മതം നടത്തി. ഇയാൾ തന്നെ പോയി എന്ന് സമ്മതിച്ചു. പെൺകുട്ടിയെ കാസർഗോഡ് കൊണ്ടുപോകുന്നു, അവിടെ റൂം എടുക്കുന്നു, കുട്ടിയെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ലഹരി വരെ കൊടുത്തിട്ടാണ് പരിപാടി. ഇതിന് ഏറ്റവും ഒറ്റ കാര്യം അതിനകത്ത് പറഞ്ഞാൽ മതി. ഒറ്റ ഉദാഹരണം കൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. കൊച്ചിന് IPL കൊടുത്തു. അതെന്തിനാന്നുള്ളത് അറിയാമല്ലോ. ഇനിയിപ്പോൾ അതിനപ്പുറത്തേക്ക് ഒന്നും പറയേണ്ട കാര്യമില്ല. ആ രീതിയിലേക്ക് സ്വന്തം മകളെ പോലെ കാണേണ്ട കുട്ടിയെ മകളെന്ന് ധരിപ്പിച്ച് വന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇയാൾ ഉടനെ ഞാൻ സ്വയം അങ്ങനെ ചെയ്യും, ഞാൻ ഇല്ലാതായി കളയും എന്നുള്ള ഭീഷണി അവരുടെ വീട്ടിൽ പോയി ചെയ്തു. പെങ്കൊച്ച് പോയി അവരുടെ വീട്ടിൽ പറഞ്ഞു. വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞു. ഇതിന് വീട്ടിൽ പറയാൻ നേരത്തെ വിളിച്ചു പറഞ്ഞ ഓപ്ഷൻ ഇല്ല, ഫോണില്ല. മാത്രമല്ല അച്ഛനെന്ന് വിശ്വസിക്കുന്ന ഒരാളത്തിൽ വീട്ടുകാർ കൊണ്ട് നിർത്തിയേക്കുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു താഴെയും വിശ്വസിക്കരുത് ഈ വന്ന കാലത്ത്. ആരെയും വിശ്വസിക്കരുത് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ അധ്വാനിക്കുന്നു, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നു, നിങ്ങൾ ജീവിക്കുന്നു. അതിനപ്പുറത്തേക്ക് നമ്മൾ ആരുടെയും ഒന്നും നേടാൻ പോരുത്. അതല്ല ഇങ്ങനത്തെ ക്ലാസ്സോ മോട്ടിവേഷനോ കൊടുക്കണമെങ്കിൽ, മോട്ടിവേഷൻ അല്ല, വിവരമുള്ള ബോധമുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ എടുത്തു പോയി നിങ്ങൾ സൈക്കോളജിക്കലി ഇല്ലെങ്കിൽ എന്തെങ്കിലും കൺസൾട്ട് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇതുപോലത്തെ അവർക്ക് ക്ലാസ്സുകൾ എടുക്കാനുണ്ടെങ്കിൽ, എന്തൊരു പറയുന്നത്, അവർക്ക് അവരെ പരിചരിക്കാനുണ്ടെങ്കിൽ, അവരെ അന്വേഷിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും വിദ്യാഭ്യാസമുള്ള ആളുകളടുത്ത് നിങ്ങൾ ചെല്ലുക. വിത്ത് മാതാപിതാക്കളോട് ചെന്നിട്ട് അവരുടെ കൂടെ നിന്നിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അവരുടെ അടുത്ത് തന്നെ നിൽക്കുക, ഓടിപ്പോകാതിരിക്കുക. ഇത് തന്നെ മുരാരി തന്ത്രി എടുത്തും ഇതുപോലൊരു തള്ള കൊച്ചിനെയും കൊണ്ട് ചെന്നിട്ട് ഈ പരിപാടി ഉണ്ടാവുന്നത്. അത് ഇങ്ങനെ പോരും ഇങ്ങനെയുള്ളവന്മാരുടെ അടുത്തൊന്നും. അത് മനസ്സിലാക്കുക. നമ്മൾ ആകെപ്പാട് നമുക്ക് അധ്വാനിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ മനസ്സമാധാനം ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് വിശ്വാസമുള്ളവർക്കും ഇതുപോലെ സർട്ടിഫിക്കേഷൻ ഉള്ളവർക്കും കൊണ്ട് ചെല്ലുക. അല്ലാത്ത ഈ പറയുന്ന പൊതുവേ നന്മ കാണിച്ച് നടക്കുന്നവരെല്ലാം എന്നില്ല, പലരും ഉടായ്പകളാണ്. നമ്മൾ മനസ്സിലാക്കണം. കാശും മാത്രമല്ല, രണ്ടാമതൊരു പെണ്ണുമ്പിള്ള ഇവൻ്റെ അടുത്ത് എന്ത് പറയാ, കാശ് പലമാതിരി പരിപാടി ഉണ്ടായി. ഭർത്തമതിയായ പെണ്ണായിരുന്നു, പലമാതിരി പരിപാടി. അപ്പം അത് ആ കാര്യത്തിൽ പക്ഷേ ഞാൻ ഒരിക്കലും കുറ്റം പറയാം. കാരണം ഭർത്തമതിക്ക് അറിയാമല്ലോ ഭർത്താവ് ഉണ്ടെന്ന്. അപ്പം ഇവൻ്റെ കൂടെ പോയപ്പോൾ തമ്മിൽ ഇഷ്ടത്തിൽ പോയത്. അതിനുശേഷം ഈ കാശ് എന്തിനാ കൊടുത്തേ? കളിയോ കളിക്കുന്നുണ്ട്, ഓക്കെ. ഇനി കാശ് എന്തിനാ കൊടുത്തേ? കോടതിയിൽ പോയാൽ പോലും ഭർത്തൃമതിക്ക് താല്പര്യമുണ്ട്, ഞങ്ങൾ പ്രായപൂർത്തിയായ ഞങ്ങൾ കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഫിനാൻഷ്യലി ഇവർ യൂസ് ചെയ്യുന്നു പറയുമ്പോൾ ആ കാശ് എന്തിനാ കൊടുക്കാൻ പോയെ? അതും ബോധം വേണ്ടായോ? അപ്പോൾ എന്താ, ഇഷ്ടപ്പെടുന്ന ആൾക്ക് കാശ് കൊടുക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്ന, അവസാനം തല്ലി പിരിയുമ്പോൾ കാശ് ചോദിക്കുന്നു. അപ്പോൾ അത് ആ വഴിക്ക് നിൽക്കട്ടെ. പക്ഷേ അതിനപ്പുറത്തേക്ക് നിയമം അറിയാവുന്ന, നിയമം പഠിച്ചിട്ടുള്ള, ഇവിടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്ന ഒരു നിയമപാലകനായിരുന്ന ഒരു വ്യക്തി ഒരു വോട്ടവകാശം പോലും ഇല്ലാത്ത, അല്ല അതെത്താത്തൊരു കുട്ടിയോട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മൾ സമൂഹത്തിൽ ഭയങ്കര നന്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇനി മറ്റൊരാളെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഇതുപോലെ തന്നെ ആയിരുന്നു ഷിംജിത ബസ്സിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ. അപ്പോൾ ഇങ്ങനെ പക്ഷേ ബസ്സിൽ റിയലി ജാക്കി വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവന്മാരെ ഇനി ഒരു പെൺകുട്ടിക്ക് എങ്ങനെ പുറത്തേക്ക് കാണിക്കാൻ പറ്റും? എനിക്ക് ഡെയിലി ഓരോ പെൺകുട്ടികൾ ഓരോരുത്തരും കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ അയക്കുകയും അതുപോലെ തന്നെ മെസ്സേജ് അയക്കുകയും ചെയ്യും. ഇന്നയാളിങ്ങനെ ചെയ്തു, ഇന്നയാൾ ചെയ്യുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. നമുക്കിതിൽ റിയൽ ആയിട്ടുള്ളത് പോലും പുറത്തു വിടാൻ പറ്റാത്തത്, അല്ലാത്ത മോശം അലിഗേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവന്മാരെയൊക്കെ, ഇങ്ങനത്തുള്ളവന്മാരെയൊക്കെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാളെ നല്ല ആളുകൾക്ക് പോലും ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇല്ല, നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റത്തില്ല. ബാക്കി കേൾക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കുൽസിത പ്രവൃത്തികൾ ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ എന്താ പറയാ, സോഷ്യൽ മീഡിയയിലെ ഈ സദാചാരവാദികളൊക്കെ ഉണ്ടല്ലോ, ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ഇവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഇയാളെ കുറിച്ചുള്ള കഥകൾ എത്രയോ പേരെ ഇയാള് ഈ രീതിയിൽ അബ്യൂസ് ചെയ്തത് ഈ സ്ത്രീ പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ എന്താ പറയാ, കാലത്തിന്റെ കാവേരി എന്നൊക്കെ പറയില്ലേ, കർമ്മ, അതാണ് സംഭവിച്ചത്. ഈ വരും കാലങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. ഇതൊന്നല്ല, ഇയാൾ ചെയ്തത് ഒരുപാടുണ്ട്. ഇയാൾ ചെയ്തത് ഒരുപാടുണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അമ്മയെ പോലും ഇയാൾ വലിയ രീതിയിൽ പുകഴ്ത്തി വെച്ചോണ്ടാണ് നടക്കുന്നത്. പക്ഷെ അമ്മയെ പോലും നോക്കുന്നത് വേറെ ഏതൊക്കെയോ പരിപാലന സംഘത്തിൽപ്പെട്ട ആളുകളാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഒരുത്തനെയും ഒരുത്തിയെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾ അധ്വാനിക്കുക, നിങ്ങൾ ജീവിക്കുക. അതല്ല, നിങ്ങൾ കാശ് കൊടുക്കുന്നതിന് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ സേവനം നിങ്ങൾ അനുഷ്ഠിക്കുക. അല്ലാതെ ഇങ്ങനത്തെ കൗൺസിലിങ്, മോട്ടിവേഷൻ, ഈ മോട്ടിവേഷൻ പറയുന്ന ഒരു ഭൂരിഭാഗം ആളുകളും അലവലാദികളാണ്. കാരണം ഞാൻ മോട്ടിവേഷൻ പറയുന്നത് എനിക്കറിയാമല്ലോ. മോട്ടിവേഷൻ പറയുന്ന കൂട്ടൊന്നും അല്ല റിയൽ ലൈഫ് ഒന്നും. മോട്ടിവേഷൻ പറയാൻ രസമാണ്. ഇവിടെ പെണ്ണുമ്പിള്ളയായിട്ട് രാവിലെ എന്തൊക്കെയാണ് കറിക്ക് ഉപ്പ് കുറവ്, എരിവ് കുറവെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാവിലെ ഇടിയായിരിക്കും. എന്നിട്ടാണ് പിറ്റേ ദിവസം ഞാൻ വീഡിയോ വയ്ക്കാത്തവർ, ഞാൻ തന്നെ പറയുന്നത്, വീഡിയോ വയ്ക്കാത്തിരുന്ന് പറയും അതങ്ങനെയാണ്, ഇങ്ങനെയാണ്, ക്ഷമിക്കണം, അങ്ങനെ ഇങ്ങനെ. മനുഷ്യ സഹജമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ വൈകിട്ട് കുറച്ച് കഴിയുമ്പോൾ പെണ്ണുമ്പിള്ളയായിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ കറിക്കകത്ത് ഉപ്പ് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഇടിയിട്ടായിരിക്കും ഞങ്ങൾ പറയത്തില്ല, മോട്ടിവേഷനിലതൊന്നും പറയത്തില്ല. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഈ ഒരു അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും എല്ലാം ഒന്നും പുറത്ത് കൊണ്ടുവരത്തില്ല. ഇപ്പം തന്നെ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. പക്ഷേ മോട്ടിവേഷനിലോ ഇല്ലെങ്കിൽ കാണിക്കുന്നവരൊന്നും ഒന്നും കാണിക്കത്തില്ല. പക്ഷേ അതിനെയും ആ രീതിയിൽ മനസ്സിലാക്കി പെരുമാറാൻ പറ്റുന്ന ഒരു സമൂഹമായിരിക്കണം നമ്മളിപ്പോൾ വീഡിയോയിൽ വന്നിട്ട് ചാരിറ്റി, ഞാൻ ചാരിറ്റിയുടെ വീഡിയോ ചെയ്യുന്നു, അല്ലെങ്കിൽ ചാരിറ്റി അങ്ങനെ പറയുന്നുണ്ട്, ഒരു ഹെൽപ്പ് വീഡിയോ
ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു. ഇതൊക്കെ 100% നന്മ മാത്രം ഉദ്ദേശിച്ചാൽ നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ നന്മ ഉദ്ദേശിക്കാനാണെങ്കിൽ ദൈവത്തിൽ നിന്ന് അതിന്റെ നന്മ കാംക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ആരും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഒരു ബിസിനസ്സും ഇതിനകത്തുണ്ട്. അതിൽ പൂർണ്ണമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ സാറ്റിസ്ഫൈഡ് ആക്കി അവരെ നെഗറ്റീവ് അടിക്കാതെ അവരോട് ചോദിച്ച് അനുവാദത്തോടെ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് മാന്യത. അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അല്ലാതെ ഞാൻ ചെയ്യുന്നതൊന്നും പുണ്യപ്രവൃത്തിയാണെന്നോ ഞാൻ ചെയ്യുന്നത് മാത്രം നന്മയാണെന്നോ എന്നൊന്നുമല്ല. പിന്നെ ഒരു കാര്യം കൊണ്ട് അതിനകത്ത് അതിലൊരു ബിസിനസ് എന്നുള്ളതിലുപരി ഇത് കണ്ട് വേറൊരാൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് ആഹാരം കിട്ടിയാൽ ഒരു സമ്പത്ത് കിട്ടിയാൽ നമുക്ക് സന്തോഷമാണ്. ആ ഒരു ഉദ്ദേശമുണ്ട്. അല്ലാതെ 100% ഇത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം അങ്ങനെയൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ആരും ചെവി അറിയാതെ ഈ ചെറിയ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്താലേ അതിനുകൊണ്ട് ദൈവത്തിന്റെ അടുത്ത് ഗുണം കിട്ടും. ഇതൊരു ബിസിനസ് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ നിൽക്കുക. സോഷ്യൽ മീഡിയ കാണുന്ന ഒന്നുമല്ല റിയൽ ലൈഫ്. അത് ഒരിക്കൽ കൂടി ഞാൻ ഒത്തിരി കാലമായിട്ട് പറയുന്നതാണ്. മാത്രമല്ല നമ്മളെ ഒന്ന് ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടോളൂ, നിങ്ങൾ വേണമെങ്കിൽ നമ്മളെ ഫോളോ ചെയ്തോളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ റിയൽ ലൈഫിലേക്ക് വന്നിട്ട് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഒരു ചേട്ടൻ സ്വന്തം ചേട്ടനെ പോലെ തോന്നുന്നു, ഫ്രണ്ടിനെ പോലെ തോന്നുന്നു മെസ്സേജ് വരും. അവരുടെ മനസ്സിൽ ചിലപ്പോൾ നിങ്ങളോട് വേറെ ഒരു താല്പര്യവും വെക്കുന്ന ആളുകളായിരിക്കും. നിങ്ങൾ എന്ന് വലിയ രീതിയിൽ അവരോട് അത് കാണിക്കും. മറ്റവന്മാർ ഓപ്പോസിറ്റ് നിൽക്കുന്നവന്മാർ ഈ പറയുന്ന കൂട്ടി ഇൻഫ്ലുവൻസർ ആയിരിക്കും, അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നവരായിരിക്കും. ഒരുത്തി വന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നമുക്ക് പതുക്കെ ആ ഒരു രീതി ഉണ്ടാവും. ഇത് തമ്മി മിണ്ടി അവസാനം ഇവൻ വേറെ രീതിയിൽ ചിന്തിക്കും, അവള് അങ്ങനൊന്നും ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല. അവസാനം ഇവന്റെ തലേ വരും. എല്ലാ കമ്പനിയിലും സംസാരിച്ച് കഴിഞ്ഞിട്ട് അവസാനം അവന് പണിയും കിട്ടും. അപ്പൊ അവൻ ഇങ്ങനെ വിചാരിക്കുന്ന പെണ്ണും വിചാരിച്ചില്ല. അപ്പൊ രണ്ടുപേരും അപ്പൊ അതിനപ്പുറത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുക, ആ വഴിക്ക് പോരൊന്നും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അടുത്തേക്ക് അടുപ്പിക്കാതിരിക്കുക. താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. വെട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണം.